അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു ഏഷ്യനെറ്റ് ന്യൂസിനകത്ത് ഇന്ന് ഞാൻ കാണാനിടയുണ്ടായി. ഫസ്റ്റ് ഇൻ്റർവ്യൂ. അതിനു മുമ്പ് ഞാൻ ഇൻ്റർവ്യൂവിനകത്തൊന്നും പുള്ളിയെ കണ്ടിട്ടില്ല. ബിഗ് ബോസിന് എവിക്റ്റായതിന് ശേഷമുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ലയൺ കട്ട് എന്ന് പറഞ്ഞാൽ, അതിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓൺലൈൻ ചാനലുകാർക്കൊന്നും ഇൻ്റർവ്യൂസ് കൊടുക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. അത് വേറെ കാര്യം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇവരെ ഉള്ള സപ്പോർട്ടും കൂടെ പോവും, അത് വേറെ കാര്യം. കാരണം അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോയി അവരെ ഉള്ള സപ്പോർട്ടും കൂടെ പോകുന്ന തരത്തിലുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും നമ്മൾ കാണുന്നത്, അല്ലേ? പിന്നെ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്ത് പിന്നെ എയറിൽ പോയി ഉള്ള സപ്പോർട്ടും കൂടെ പോകും. അപ്പോൾ കൊടുക്കാതിരിക്കുന്ന ഞാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ ഒരു സീസൺ 7 ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ ഒരുപാട് പേരൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 1-2 പേരെ സ്ഥിരമായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുള്ളൂ. ഒന്ന് ബിൻസി കൊടുക്കുന്നുണ്ട്, പിന്നെ ശൈത്യയും കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. ശൈത്യയുടെ ഒരു റീസെൻ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടില്ല. പിന്നെ ബിൻസി, അപ്പാനി, ഇവർ രണ്ടുമാണ് ഇങ്ങനെ തുരുതുരാന്ന് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊടുക്കാതിരിക്കുന്നത് തന്നെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഷാനവാസിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ബിഗ് ബോസ് ഹൗസിനകത്ത് ഇത്രയും ജെന്യൂനായിട്ട് റിയലായിട്ട് നിന്ന് വേറൊരു കണ്ടസ്റ്റൻ്റ് ഇല്ല. പക്ക റിയലായിട്ടാണ് ഷാനവാസ് അവിടെ നിന്നിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു ഷാനവാസ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 വിന്നറായിട്ടുള്ള അനു ആയിക്കോട്ടെ, അനീഷ ആയിക്കോട്ടെ, ബാക്കി എല്ലാവരും അവിടെ ഒരു കട്ട ഫേക്ക് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അവർ നിന്നിട്ടുള്ളത്. റിയലായിട്ടല്ല അവർ നിന്നിട്ടുള്ളത്, അത് വേറെ കാര്യം. പക്ഷേ ഷാനവാസ് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് അവിടെ നല്ല പക്ക ജെന്യൂനായിട്ടാണ് റിയലായിട്ടാണ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ അനുവിനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇവരൊക്കെ ഒരു സ്ട്രാറ്റജി പിടിച്ച് ഒരു കട്ട ഫേക്കായിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത്, അത് വേറെ കാര്യം. നമ്മൾ ഉള്ളതുപോലെ പറയണം. ഞാൻ ഉള്ളതുപോലെയാണ് പറയുന്നത്. ഇവർ റിയലായിട്ടല്ല അവിടെ നിന്നിട്ടുള്ളത്. ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ അതിനകത്ത് കുറേ ഉടായ്പകൾ അവർ കാണിച്ച് നിന്നിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് അതൊന്നും കാണിക്കാതെ നല്ലൊരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് അതിനകത്ത് നിന്നിട്ടുള്ളത്. ഇപ്പോൾ അനീഷിൻ്റെ കേസ് പറയുവാണെങ്കിൽ PR-ൻ്റെ കാര്യം, PR എന്താണെന്ന് പോലും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ പുള്ളിക്കാരൻ ഫേക്കാന്ന്. അവിടെ റിയൽ അനീഷ് അല്ല അവിടെ നിന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അത്. പിന്നെ അനുവിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ, അനു ഇൻസ്റ്റഗ്രാം ID ആർക്കും കൊടുത്തിട്ടില്ല, ബിനുവിനെ അറിയത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു അനുവിനെ നമ്മൾ അവിടെ കണ്ടതാണ്. പുറത്തിറങ്ങിയതിന് ശേഷം ബിനുവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അനുവിനെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? എവിടെ പോയാലും ബിനു കാണും. അതുപോലെ ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇവരെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഡിസർവിങ് ആണെങ്കിൽ തന്നെ ഒരു കള്ളം പറഞ്ഞ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക്, ഒരു പകുതി ഫേക്കായിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഷാനവാസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഉള്ള കാര്യം പറയുവാണല്ലോ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉള്ള കാര്യം പറയുവാണെങ്കിൽ ഷാനവാസാണ് അവിടെ പച്ചയായിട്ട് ഒരു പച്ച മനുഷ്യനായിട്ട് റിയലായിട്ട് അവിടെ നിന്നിട്ടുള്ളൊരു വ്യക്തി, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഷാനവാസിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ വെക്കാം. ഇത് പറയുമ്പോഴത്തേക്ക് അനൂഷിനെയും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ചിലപ്പോൾ കുരുപൊട്ടി കമൻറ്റ് ഇട്ടേക്കാം. എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവരെ 3 പേരെയാണ് ഈ ഒരു സീസണിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷിനെയും അതുപോലെ അനുവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഗെയിം കഴിഞ്ഞു. പക്ഷേ ഉള്ളതുപോലെ നമ്മൾ പറയണമല്ലോ, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൊട്ടിയിട്ടൊന്നും കാര്യമില്ല, ഉള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവരും കുറേ ഈ പറഞ്ഞിട്ടുള്ള കുറേ മസാലയൊക്കെ ചേർത്താണ് അവിടെ നിന്നിട്ടുള്ളത്, അത് വേറെ കാര്യം. അപ്പം എന്തായാലും ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഞാൻ വയ്ക്കാം. എല്ലാ വികാരങ്ങളുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ. ചില അറിവില്ലായ്മകൾ നമ്മളെ പിന്തുടർന്നിട്ടുണ്ടാവും മുൻകാലങ്ങളിൽ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ പെരുമാറിയ സ്ഥലങ്ങളും ആൾക്കാരും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില അത് മൈനസുകളും നെഗറ്റീവുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതെല്ലാം ഞാൻ അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്റെ തെറ്റുകൾ പലരും പല സമയത്തും ചൂണ്ടിക്കാണിച്ചപ്പോൾ തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ തെറ്റുകൾ ഞാൻ അവിടെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അനാവശ്യ തെറ്റുകളൊന്നും ഞാൻ അടച്ചിട്ടില്ല. ചില വേർഡ്സിൽ ഒരു എടി പൊടി അങ്ങനെയുള്ള വേർഡ്സ്. കാരണം ഞാൻ എന്റെ വീട്ടിൽ നേരെ താഴെയുള്ള ഒരു അനിയത്തി ഉണ്ട്. ഞങ്ങള് കളിക്കൂട്ടുകാരായിട്ടാണ് വളർന്നത്. അവളെന്നെ എടാന്ന് വിളിക്കും, ഞാൻ അവളെ എടിയെന്ന് വിളിക്കും. അപ്പം ഞങ്ങളുടെ ഇടയിലുള്ള സ്നേഹം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് സാധനം തന്നെയാണ് ഞാൻ അവിടെ യൂസ് ചെയ്തത്. അതിനകത്തും പലരും കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടി പൊടി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതൊരു ആർക്കും ഒരു തെറ്റായിട്ട് ആരും ചൂണ്ടിക്കാണിക്കുകയോ അത് മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതൊരു തെറ്റല്ല. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്തപ്പോ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോ
നമ്മൾ കണ്ടസ്റ്റൻസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. കാരണം അവിടെ വെറും പ്രൊവോക്കിംഗ് ആണല്ലോ, ട്രിഗർ ചെയ്യുക, പ്രൊവോക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. ഓക്കെ, പുള്ളി ഷാനവാസിൻ്റെ പുള്ളിക്ക് പറ്റിയൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സംസാരങ്ങൾ ആദ്യ സമയങ്ങളിൽ പുള്ളിയുടെ കുറച്ച് സംസാരങ്ങളും വേഡ്സുകളൊക്കെ കുറച്ച് മോശമായിരുന്നു. പിന്നെ മറ്റേ ഉമ്മയും മകനും ഉണ്ടല്ലോ, ഇപ്പം അടുത്ത സമയത്ത് ഏറിപ്പോയിട്ടുള്ള സർജൂക്കായും ഉമ്മയൊക്കെ വന്നതിന് ശേഷം ആ ഉമ്മ പറഞ്ഞതിന് ശേഷമാണ് ഷാനവാസിൻ്റെ ഒരു വേഡ്സിനകത്തൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതുവരെ പുള്ളിക്കാരൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു അത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരമല്ലായിരുന്നു അതിനകത്ത് സംസാരിച്ചത്. അതും കൂടെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഓക്കെ ആയേനെ. ആ ഒരു കാര്യത്തിലേ ഉള്ളായിരുന്നു ഷാനവാസിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാം. പിന്നെ അത് പുള്ളിക്കാരൻ ക്ലിയർ ചെയ്ത് കേട്ടോ. അപ്പം പുള്ളിക്കാരൻ പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ ചിലപ്പം ഈ ആദില, നൂറ അവരെയൊക്കെ എടിയെന്നൊക്കെ അല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടിയെന്ന് വിളിക്കുന്ന അതൊന്നും അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോർമലി അവിടെ എല്ലാവരും എടിയെന്നാണ് വിളിക്കുന്നത്. പിന്നെ അവരോരോ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഒരാൾക്കെതിരെ ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ എടുത്തിട്ട് അവർ ചർച്ചയാക്കുന്നതേ ഉള്ളായിരുന്നു. ആ ബിഗ് ബോസ് വീട്ടിനകത്ത് എല്ലാവരും ഇങ്ങനെ എടിയടാ പോടാന്നൊക്കെയല്ല എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ആരും അത്ര റെസ്പെക്റ്റ് കൊടുത്ത് ആരും വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഷാനവാസ് പറയുന്ന ഇപ്പം അനിയത്തിയുമായിട്ടുള്ളൊരു ബോണ്ടുണ്ടായിരുന്നു. ആ ഇത് വെച്ചിട്ട് അനിയത്തി എടിയെന്നും അതുപോലെ അനിയത്തി ഷാനവാസിനെ എടാന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് പുള്ളി അവിടെയും കാണിച്ചതെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളി ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ റിയൽ ആയിട്ട് ലൈഫിനകത്ത് എങ്ങനെയാണോ അതുപോലെയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്നതെന്ന് ഞാൻ പറയാൻ കാരണം. അടുത്ത് നോക്കാം. ഇതൊരു PR സ്റ്റണ്ട് ആണെന്ന് പറയുന്നു. വലിയ പൈസയുടെ 16 ലക്ഷത്തിന്റെ PR ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഷാനവാസ് എവിടെയാണ് നിൽക്കുന്നത്? അംഗീകരിക്കുന്നുണ്ടോ അനുമോളിനെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കയറുമ്പോൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് PR-കളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഈ PR വർക്ക് ഇത്രയും ക്യാഷ് കൊടുത്ത് PR വർക്കുകൾ ചെയ്യാന്നുള്ളത് കാര്യങ്ങളൊന്നും എനിക്ക്, കാരണം ഞാൻ ഒന്നാമത് ഇത് ഫോളോ ചെയ്തിട്ടില്ല, എനിക്കിതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെയൊക്കെ അറിയാതെ ഞാനും PR കൊടുത്തത്. അപ്പൊ എനിക്ക് തമാശ പറഞ്ഞതാ. എനിക്കൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇത്രത്തോളം എത്തിച്ചത് നമ്മളെ പ്രേക്ഷകരാണ്. എനിക്ക് അവിടെ ക്യാഷ് ചെലവാക്കിയിട്ട് നിൽക്കേണ്ട ഗതികേടില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ PR അറിഞ്ഞു കഴിഞ്ഞാലും PR-ആയിട്ടൊന്നും ക്യാഷ് കൊടുത്തിട്ടൊന്നും ഒരു PR-നും വെച്ചിട്ട് ഞാൻ ഈ PR വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞാലും ഞാൻ കൊടുക്കില്ല. അങ്ങനെ കൊടുത്തിട്ട് കിട്ടുന്നത് ഒരു എന്താണ് സത്യമില്ല. ആ അംഗീകാരത്തിന് അതുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പിന്നെ PR വർക്കുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ എല്ലാം ഒരു ബിസിനസ്സും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ചാൽ അത് തെറ്റാണ്. PR ഉപയോഗിച്ചതുകൊണ്ട് അത് തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഷാനവാസിന് PR ഇല്ലാത്ത ഒരാളായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷാനവാസ് അത്യാവശ്യം ഒരു PR-ഉം കൂടെ ബൂസ്റ്റ് ചെയ്യാനെ കൊണ്ട് ഒരാളെയും കൂടെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കപ്പ് ഷാനവാസ് തൂക്കിയാണ്. കാരണം ഷാനവാസിന് കപ്പ് തൂക്കാനുള്ള എല്ലാ ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു മനുഷ്യനായിരുന്നു. കാരണം എനിക്ക് അങ്ങനെയാണ് ഷാനവാസിൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കിയത്. പുള്ളി നല്ല രീതിയിൽ അവിടെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, നല്ല സംസാരിക്കുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളൊരു മനുഷ്യനാണ്. പിന്നെ അതുപോലെ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, ഈ ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉള്ളൊരു വേറെ ആർക്കും കിട്ടാത്ത, നമ്മൾ ആ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ പുള്ളിക്കാരനൊരു PR കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ പുള്ളിക്ക് ഒരു കപ്പിലേക്ക് എത്താനുള്ള കുറച്ചും കൂടെ ഒന്ന് ചാൻസ് കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ ഒന്നും അങ്ങനെ ഞാൻ ബൂസ്റ്റ് ചെയ്യുന്ന റീൽസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അനീഷുമായിട്ട് ചേർന്നിട്ടുള്ളൊരു കോംബോ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഒരു ഫ്രണ്ട്ഷിപ്പുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കട്ട് ചെയ്ത് വരുന്ന കുറേ ഭാഗങ്ങളെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഷാനവാസിൻ്റെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് എന്നിട്ടും ഷാനവാസിന് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പുള്ളി ജെന്യുവനായിട്ട് തന്നെയാണ് നിന്നത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പുള്ളി തന്നെ പറയുന്നുണ്ട് PR-നെ പറ്റിയിട്ട് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഷാനവാസ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ല. ബിഗ് ബോസിൻ്റെ ഒരു സീസണും കണ്ടിട്ടില്ല. ബിഗ് ബോസ് കണ്ടിട്ട് അതെന്താണെന്ന് അറിഞ്ഞിട്ട് ആണ് അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കപ്പ് ഇപ്പം പുള്ളിയുടെ വീട്ടിൽ ഇരുന്നേനെ. അത് വേറെ കാര്യം. പിന്നെ PR-ൻ്റെ കാര്യം പറഞ്ഞു. ഇനി അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടാണ് എല്ലാവരും പോകുന്നതെന്ന് അറിഞ്ഞെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ കൊടുക്കത്തില്ല. കാരണം PR കൊണ്ടിട്ട് കിട്ടുന്ന ഈ ഒരു കപ്പുണ്ടല്ലോ, ആ ഒരു അംഗീകാരം അതിനത്രയും വിലയെ കാണും. അതുകൊണ്ടാണ് ഇപ്പം അനുവിന് എതിരെ എല്ലാവരും, കാരണം പുള്ളിക്കാരി ഇപ്പോഴും വിന്നറായിട്ടുണ്ടെങ്കിലും ആരും അത് അംഗീകരിക്കുന്നില്ല. കുറേ ആൾക്കാർ അംഗീകരിക്കാതെ നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PR-ൻ്റെ ബലത്തിലാണ് കപ്പ് കിട്ടിയെന്നുള്ളൊരു സംസാരം ഇപ്പോഴും കിടക്കുന്നുണ്ട്. പിന്നെ അനു ഡിസർവിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസർവിങ് തന്നെയാണ്. കപ്പിന് മറ്റുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അനു ഡിസർവിങ് തന്നെയാണ്. പക്ഷേ എപ്പോഴും ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ PR കൊണ്ടിട്ടാണ് കപ്പ് കിട്ടിയേ
എന്നുള്ളൊരു പേര് കിടക്കും. മാത്രമല്ല പുള്ളിക്കാരി വെളിയിറങ്ങിയിട്ടും ഈ ബിനുവിനെയും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എവിടെ പോയാലും ബിനുവിനെയും കൊണ്ടാണ് നടക്കുന്നത്. അപ്പം ആ ഒരു പേരും അപ്പോഴും അതുപോലെ നടക്കണം. കാണുന്ന ആൾക്കാരെ കണ്ണിൽ ഇപ്പോഴും ആ ഒരു ഇതായിട്ട് സംഭവമായിട്ടാണ് കിടക്കുന്നത്. ബിനുവിനെയും കൊണ്ടാണ് പുള്ളിക്കാരി നടക്കുന്നത് എന്ന് കാണുമ്പോഴത്തേക്ക് എവിടെ നോക്കിയാലും അതേ ഉള്ളൂ. ബിനു എനിക്ക് തോന്നുന്നു അനുമോള് കാരണം റീച്ചായ ഒരു വ്യക്തിയാണ് ബിനു. അപ്പോൾ PR കൊണ്ടിട്ട് മാത്രമേ ഇനി മുമ്പോട്ടുള്ളൊരു സീസണിനകത്ത് നമുക്ക് മത്സരിക്കാൻ പറ്റൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരെ ഉണ്ടാക്കി കളഞ്ഞു അല്ലേ, അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റോബിൻ്റെയൊക്കെ സീസണിനകത്ത് റോബിനൊക്കെ പറഞ്ഞല്ലോ, ഒരു ഞാൻ PR കൊടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കുവാണെങ്കിൽ 1 കോടി രൂപ ഞാൻ തരുമെന്നൊക്കെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി PR ഇല്ലാതെ പോയി അത്രയും ജനങ്ങളെ സപ്പോർട്ട് നേടിയെടുത്ത ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഈ ബൂസ്റ്റപ്പിനും ഈ പറഞ്ഞിട്ടുള്ള അതിനു വേണ്ടിയിട്ട് പോലും PR കൊടുക്കരുത്. അവരവരെ കഴിവ്, അവരവരെ കോൺഫിഡൻസ് വെച്ച് വേണം അവിടെ മത്സരിക്കാനെ കൊണ്ടല്ലേ. ഈ PR ഇല്ലാതെ തന്നെ വേണം, ഒരു PR പോലും ഇല്ലാതെ തന്നെ വേണം അതിനകത്ത് മത്സരിക്കാൻ കയറി പോകേണ്ടത്. കാരണം അങ്ങനെയാണ് ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞ് അങ്ങനെ കിട്ടുന്ന ഒരു അംഗീകാരത്തിനേ മൂല്യമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇപ്പം ഈ ഒരു സീസൺ കൊണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. എന്തായാലും അടുത്തൂടെ ബാക്കിയും കൂടെ കേട്ട് നോക്കാം. അംഗീകരിക്കുന്നുണ്ടല്ലോ വിജയ്. ഒരു PR കൊണ്ട് മാത്രം ഒരു വിന്നർ ഉണ്ടാവില്ല. ഒരു PR വിചാരിച്ചാൽ മാത്രം ഒരു വിന്നർ അനുമോളവിടെ കണ്ടന്റ് കൊടുക്കണം. അനുമോളവിടെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാലാണ് PR ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെ. അല്ലാതെ അനുമോളവിടെ ഫ്ലാറ്റ് ആയിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ PR ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞത് പല ആൾക്കാരും കേട്ടതാട്ടോ, എനിക്കറിയില്ല. പല ആൾക്കാരും PR കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അനുമോളുടെ അത്ര കണ്ടന്റ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും PR ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവരെല്ലാവരും ആദ്യം ഏറ്റവും പോയത്. ഞാൻ ചിന്തിക്കുന്നു, എനിക്കറിയില്ല എന്താ അതിന്റെ സത്യാവസ്ഥ. ഇനിയിപ്പോ ക്യാഷിന്റെ മൂല്യക്കുറവ് കൊണ്ടാണോ അറിയില്ല. കാരണം നമുക്ക് PR കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു ലൈവിൽ വന്നിട്ട് നമ്മളൊരു PR വർക്കും ചെയ്യാതെ നമ്മളൊരു 3rd പൊസിഷനിൽ എത്തിയതിൽ എനിക്കും നിങ്ങൾക്കൊക്കെ അതിനും അഭിമാനിക്കാം. ഓക്കെ, PR കൊടുക്കുന്നതിൽ തെറ്റൊന്നുമല്ല. ഈ പറഞ്ഞിട്ടുള്ള പാർട്ടിക്കാർക്കും മുഖ്യമന്ത്രിക്ക് വരെ PR ഉണ്ട്, അത് വേറെ കാര്യം. കാരണം ഈ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്നിട്ടുള്ള ഈ ബിസിനസ് ടീമുകൾ, അപ്പം ഈ പറഞ്ഞിട്ടുള്ള യൂസുഫ് അലി, MA യൂസുഫ് അലി, ഇവർക്ക് വരെ PR ഉണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടെത്തിച്ച് അവരെ കുറച്ചുകൂടെ ഒന്ന് ഫേമസ് ആക്കുക, വിസിബിലിറ്റി അവർക്ക് കുറച്ചുകൂടെ ഒന്ന് ജനങ്ങളിലേക്ക് അവരെ കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ കുറേ PRകൾ അവർക്കുണ്ട്, അത് വേറെ കാര്യം. അപ്പം ഈ PR കൊടുത്തിട്ട് പോകുന്ന തെറ്റൊന്നുമില്ല. അവരെ ഈ പറഞ്ഞിട്ടുള്ള അവരെ നല്ല നല്ല കാര്യങ്ങളും അവർ പറയുന്ന മാസ് ഡയലോഗും അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ അത് കാണുമ്പോഴത്തേക്ക് ജനങ്ങളൊന്ന് വിലയിരുത്തും, അങ്ങനെയാണോ, അപ്പം പുള്ളിക്കാരി ചെയ്തതാണെന്നല്ലോ ശരി, പുള്ളിക്കാരി പറയുന്നതാണെന്നല്ലോ ശരി, എന്നാൽ പുള്ളിക്കാരി അങ്ങ് സപ്പോർട്ട് ചെയ്യാം, പുള്ളിക്കാരനെ അങ്ങ് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതൊക്കെ അവിടെ തോട്ടൊക്കെ ജനങ്ങളുടെ ഇടയിലുണ്ടാവും. അപ്പം അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ PR ബെസ്റ്റ് സാധനമാണ്. അതാണ് ഇപ്പം ഷാനവാസും പറയുന്നത്. PR ചെയ്യുന്നതിൽ ഒരു PR ഉള്ളതിലൊരു കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ പിന്നെ പറയുന്നുണ്ട് അനുവിൻ്റെ കാര്യം. അതുപോലെ അനു PR കൊടുത്തിട്ടാണ് ഈ ഒരു കപ്പ് മേടിച്ചതെന്നൊക്കെ ഒരു ടോക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതല്ല നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോഴും. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായെങ്കിലും ആ ഒരു സംസാരത്തിനൊരു മാറ്റമില്ല. അപ്പോൾ അതിനെതിരെ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതും കറക്റ്റ് കാര്യം തന്നെയാണ്. ഇപ്പോൾ PR കൊടുത്താലും അവിടെ ചെന്നിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ PR-നൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. അവർ PR കൊടുത്തിട്ട് പോയാലും അവിടെ ചെന്ന് അവർ എന്തെങ്കിലും കോണ്ടന്റ് കൊടുത്താൽ മാത്രമേ അതെടുത്തിട്ട് വെളിയിട്ട് കറക്കാൻ PR-നെ കൊണ്ട് പറ്റൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അപ്പാനി, വിൻസി, ഈ പറഞ്ഞിട്ടുള്ള ഇവരൊക്കെ, ബിന്നി, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് PR കൊടുത്തിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എന്തുകൊണ്ട് അവർ മുമ്പേ എവിക്റ്റായി വന്നു? അപ്പോൾ അവരവിടെ നല്ല രീതിയിലുള്ള കണ്ടന്റ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റ് അവർ അവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് PR ഉണ്ടായിട്ടും മുമ്പേ അവർ പുറത്തിറങ്ങി വന്നിട്ടുള്ളത്. അത് ഒരു പോയിന്റ് തന്നെയാണ്. അത് നമ്മൾ ചിന്തിക്കണം. PR ഉണ്ടായിട്ടും കാര്യമില്ല, അവിടെ നമ്മൾ ചെന്ന് പെർഫോം ചെയ്യണം. അവരെന്തെങ്കിലും കണ്ടന്റ് വെളി കൊടുത്താൽ മാത്രമേ PR-ന് അതെടുത്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇട്ടൊന്ന് കറക്കാൻ പറ്റൂ, ജനങ്ങളിലേക്ക് എത്തിച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അവരെ. ആദ്യം പറഞ്ഞ ഒരു കൈ അകലം നിന്നാ മതി, എന്റെ വീട്ടിലോട്ട് അടുപ്പിക്കില്ല എന്ന് ആരും എന്റെ വീട്ടിലേക്ക് വരണ്ട. ഞാൻ വെല്ലുവിളിച്ചു. ഈ കൈ അകലം മാറ്റിയിട്ട് ഒരു ചാണകലം പോലും നീ എനിക്കെതിരെ വെക്കില്ല, അതുപോലെ ഞാൻ എന്നെ മാറ്റിയെടുക്കും, നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് തളക്കും എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പം അത് പക്ഷെ അവസാനത്തോട്ട് എന്റെ ഈ കളിയും ചിരിയും തമാശയും ഒക്കെ ആയപ്പോഴേക്ക് അവനും തന്നെ എന്നോട് ഭയങ്കര ഒരു സൗഹൃദം, ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കയറി വരാൻ. അങ്ങനെ ആയതാണ്, അല്ലാതെ ഞാനൊന്ന് ഇത് എന്തെങ്കിലും കണ്ടിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ചെയ്തതല്ല. സ്നേഹം ഓട്ടോമാറ്റിക്കലി ഇവന്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പൊളിക്കാൻ വേണ്ടിട്ട് പോയി. അങ്ങനെ അടുത്തറിഞ്ഞപ്പോ അങ്ങനെ സുഹൃത്തുക്കളായി, നല്ല സൗഹൃദം. ഒരു ദിവസം 2 or 3 പ്രാവശ്യമെങ്കിലും അവൻ എന്നെ വിളിക്കും.
എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ആദ്യം അവൻ എന്നെ വിളിച്ചറിയിക്കും. അനീഷിന്റെ സ്ട്രാറ്റജി പൊളിക്കണം എന്നുള്ളൊരു ഈ ഐഡിയ. അനീഷുമായിട്ടുള്ളൊരു സൗഹൃദം എനിക്ക് ആദ്യം തോന്നി. പുള്ളിക്കാരൻ തന്നെ ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, അതൊരു ഈ അനീഷിൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി ആദ്യം നോക്കിയതാണ്. പിന്നെ അത് ഒരു സൗഹൃദത്തിലേക്ക് പോയി. ഇപ്പോഴും നല്ലൊരു, എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ബോസ് സീസൺ 7 ഇപ്പോഴും ഒരു ജെനുവനായിട്ട് തോന്നുന്ന ഒരു സൗഹൃദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടിൻ്റെയും സൗഹൃദമാണ്. ആദ്യം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടത് ഈ പറഞ്ഞിട്ടുള്ളതുപോലെ ഷാനവാസ് ഈ അനീഷിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി പൊളിക്കാൻ നിന്നെങ്കിലും പിന്നെ അത് നല്ലൊരു സൗഹൃദമായിട്ട് തന്നെയാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത് അല്ലേ. അവർ ഈ പറഞ്ഞിട്ടുള്ള പുറത്തോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയാതെ ഇപ്പോഴും ആ ഒരു സൗഹൃദം കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഫിനാലെ വേദിയിലാണെങ്കിലും ഷാനവാസ് നല്ല രീതിയിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, അതുപോലെ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പോഴും കുറേ ആൾക്കാർ ഫ്രണ്ട്ഷിപ്പാണ്, വണ്ണം കെട്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിറങ്ങിയിട്ട് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവരെ പോലെ ഒന്നും ആവാതിരിക്കട്ടെ, എന്നാലും അവരുടെ സൗഹൃദം അതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന സൗഹൃദത്തിനൊന്നും യാതൊരു മൂല്യവുമില്ല. അത് വേറെ ആരും, അവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് പോകുന്നത്, അത് വേറെ ആരും. പിന്നെ 100 ദിവസം അതിൻ്റെ അകത്ത് കടന്നെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഒരു സൗഹൃദം ഉണ്ടാവാൻ പോവാണ് അല്ലേ. അതൊക്കെ വേറെ ചുമ്മാതാണ്, അതൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ആ വഴിക്ക് പോകും. പക്ഷേ ഇവരെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു ബോണ്ടിങ്, ഒരു നല്ലൊരു സൗഹൃദം എനിക്ക് തോന്നി. പക്ഷെ വേറെ ആരെയും കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അനീഷിൻ്റെയും ഷാനവാസിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ടും എന്തായാലും കമൻറ്റ് ചെയ്യുക.